നിങ്ങളുടെ ഓർക്കിഡ് ഗാർഡനിൽ ഫ്ലവറുകൾക്ക് ഇതുപോലെ കടിച്ച പാടുകൾ കാണാറുണ്ടോ? അതുപോലെ മൊട്ടുകൾ ഇതുപോലെ ഒടിഞ്ഞു കിടക്കുന്നത് പോലെയും, അതുപോലെ ഇലകളുടെ മുകളിലായിട്ട് ഇതുപോലെ എന്തോ കൂട് കൂട്ടിയിട്ട് എന്തൊക്കെയോ കടിച്ചതുപോലെയും ഇലകളിൽ സൈഡിലായിട്ടൊക്കെ കാണുക. അതുപോലെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ലീഫുകളിൽ ഇതുപോലെ ഹോൾസ് ഇട്ടിട്ട് പോവുക. ഇങ്ങനെയുള്ള പാടുകൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാം. ഓർക്കിഡ് കെയർ സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും അതുപോലെ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് എപ്പിസോഡിൽ ഓർക്കിഡിൻ്റെ അസുഖങ്ങൾക്കുള്ള മറ്റൊരു സൊല്യൂഷനായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലോസം ബ്രിഡ്ജസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ രണ്ട് കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ആ ഒരു ഇൻസെക്ടിസൈഡ് നിങ്ങൾക്കൊക്കെ യൂസ്ഫുള്ളായി നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പലരും അത് യൂസ് ചെയ്യാറുണ്ട്. കുറേ പേര് എന്നെ അത് സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പുഴുക്കൾ നമ്മുടെ ഓർക്കിഡിൻ്റെ തണ്ടിൽ ഉള്ളിലേക്ക് കയറുന്ന അല്ലെങ്കിൽ പൂക്കൾക്കുള്ളിലേക്ക് കയറുന്ന പുഴുക്കളെ കൊല്ലാനുള്ള മറ്റൊരു ഇൻസെക്ടിസൈഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പം ഒരുപാട് ടൈപ്പ് ഇൻസെക്ടിസൈഡ് ഉണ്ട്. അത് ഓരോ ഇൻസെക്റ്റിനനുസരിച്ചും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അപ്പം ഓരോ ഇൻസെക്റ്റിനും ഓരോ രീതിയിലുള്ള ഇൻസെക്ടിസൈഡുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ നമ്മൾ ഈ പുഴുക്കളുടെ നാഡീവ്യൂഹത്തിൽ തന്നെ തകർക്കുന്ന ഒരു ഇൻസെക്ടിസൈഡ്, അതായത് പെസ്റ്റിസൈഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ഗ്രീൻ വിഭാഗത്തിൽ വരുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വിധമായ പ്രോബ്ലം ഇല്ല. നമ്മൾ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം, ഗാർഡനിങ്ങിന് യൂസ് ചെയ്യാം, സേഫായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഏത് ഉപയോഗിച്ചാലും ഞാൻ പറയുന്ന പോലെ മാസ്കും ഗ്ലൗസും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പം ഈ ഒരു ഇൻസെക്ടിസൈഡ് ഏതാണെന്ന് നോക്കാം. ഇത് ബ്രാൻഡിൻ്റെ പ്രൊമോഷനൊന്നും അല്ലാത്തതുകൊണ്ടാണ് ഞാൻ കണ്ടൻറ്റ് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ആ ഒരു കണ്ടൻറ്റ് പറഞ്ഞാൽ നമുക്ക് എവിടെയായാലും ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടൻറ്റിൻ്റെ പേര് ചോദിച്ചാൽ മതി. അത് പ്രോഡക്റ്റ് ഏറ്റവും നല്ല ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് തന്നെ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. ഫ്ലുബെൻഡാമൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടൻ്റ് അടങ്ങിയ ഇൻസെക്ടിസൈഡാണിത്. ഇത് കുറച്ച് വലിപ്പമുള്ള പുഴുക്കളെയൊക്കെ വേഗത്തിൽ നശിപ്പിച്ച് കളയും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് ഇൻസെക്ടിസൈഡ് നമ്മൾ യൂസ് ചെയ്താലും ഈ പ്രോബ്ലം ഉള്ള സമയത്ത് 4 ദിവസം കൂടുമ്പോൾ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത 4ാമത്തെ ദിവസം നമ്മൾ വീണ്ടും ഈ ഒരു ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കുക. അപ്പം തുടർന്ന് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഒരെണ്ണം തന്നെ യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ യൂസ് ചെയ്താൽ നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇമിഡയുടെയും തയോമെത്തോസിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫെയിമിൻ്റെയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ ഫെയിം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഫെയിം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വരുന്ന കണ്ടൻറ്റ് വരുന്നത് ഫ്ലുവെൻഡാമിഡ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റാണ് വരുന്നത്. അതാണ് ഈ ഇൻസെക്ടിസൈഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലുവെൻഡാമിഡ വരുന്ന എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു പുഴുക്കളുടെ ആക്രമണത്തിനായിട്ട്. ലെപ്പിഡോപ്റ്റെറ എന്ന് പറയുന്ന ടൈപ്പ് പെസ്റ്റുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഈ തണ്ട് തുരന്ന് പോകുന്ന പുഴുക്കൾ, കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് പുഴുക്കൾക്ക് ഒക്കെ ഈ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഈ ഇൻസെക്ടിസൈഡ് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ ഇത് തണ്ടുകൾക്കുള്ളിലേക്ക് കയറി ചെല്ലും. അപ്പോൾ പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ഒരു ഇൻസെക്റ്റ് ഉണ്ടെങ്കിൽ ആ ഇൻസെക്റ്റിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് അതിൻ്റെ നാഡീവ്യൂഹത്തെ തകർത്തുകൊണ്ടാണ് ഈ ഒരു ഇൻസെക്റ്റിനെ ഇവിടെ നമ്മൾ പ്രതിരോധിക്കുന്നത് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഗ്രീൻ വിഭാഗത്തിൽ വരുന്നതായതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. മെയിനായിട്ട് ഈ പുഴുക്കൾ നമ്മൾ പ്ലാന്റുകളിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇലകൾ തിന്ന് നശിപ്പിക്കും. ഈ ഇലകളുടെ സൈഡിലൊക്കെ ഇങ്ങനെ കടിച്ചതുപോലെയുള്ള പാടുകൾ കാണുക. ഇപ്പോൾ ഫെനലോപ്സിസ് കണ്ടോ, ഈ ഒരു ഫെനലോപ്സിസിൻ്റെ ഈ ഒരു ഇലകളുടെ സൈഡ് മൊത്തം കടിച്ച് വെച്ചേക്കുന്നുണ്ടോ. ഇതൊക്കെ ഇങ്ങനെയുള്ള ചെറിയ പുഴുക്കളുടെ ആക്രമണം കൊണ്ടാണ്. അതുപോലെ ഒച്ചിനും ഇങ്ങനെ വരാറുണ്ട്, എങ്കിലും ഈ പുഴുക്കൾക്കും ഇങ്ങനെ തന്നെ വരും. സൈഡ് ചുരുട്ടിയിട്ട് അവിടെ ആ പുഴു ഇരുന്ന് ഇലകളിങ്ങനെ കടിച്ചു തിന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമാണ് കേട്ടോ. ഇതിന് ഏറ്റവും ടോപ്പിലായിട്ട് ഒരു വല കെട്ടിയിട്ട് ഒരു പുഴു ഉണ്ടായിരുന്നു കണ്ടോ. ഇതുപോലെ ലീഫുകളിൽ കടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ കഴിച്ചിട്ട് ഇത് പറന്നുപോയി ആ സംഭവം. അപ്പോൾ ആ പുഴുക്കൾ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഇതുപോലെ മണ്ടനൊക്കെ നശിപ്പിച്ച് കളയും ഓർക്കിഡ്സിൻ്റെ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഈ ഇൻസെക്ടിസൈഡ് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഈ തണ്ട് ഒടിഞ്ഞു പോയിരിക്കുന്നുണ്ട്. ചില തണ്ടുകൾ ഇങ്ങനെ ഹോൾസ് കിടക്കുന്ന കാണാം തണ്ടിൻ്റെ ഉള്ളിലായിട്ട്. ആ ഹോൾ വഴി ഇത് ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് പ്ലാന്റ് കേടാക്കും.
അതുപോലെ ഇലകളുടെ അടിയിലൊക്കെ ഇതുപോലെ പാടുകൾ കാണും. അപ്പോൾ ഒച്ചിനും ഇതുപോലുള്ള ഈ കുഴികൾ വരാറുണ്ട്. അപ്പോൾ രണ്ട് നമ്മൾ ചെയ്യണം, ഒച്ചിനുള്ള മരുന്നും ചെയ്യണം, ഇങ്ങനെയുള്ള ഇൻസെക്റ്റുകൾക്കുള്ള മരുന്നുകളും നമ്മൾ ഈ കണ്ടീഷനിൽ യൂസ് ചെയ്യണം. ഇത് ഓർക്കിഡ്സിന് മാത്രം ഉണ്ടാകുന്ന പ്രശ്നമല്ല, ഇൻഡോർ പ്ലാന്റ്സിലും ഒക്കെ ഇതുപോലെ ഇലകളിൽ ഇതുപോലെ സുഷിരങ്ങൾ ഇട്ട് വച്ചേക്കത്തില്ലേ, അതുപോലെ പച്ചക്കറികളിലൊക്കെ ദ്വാരം ഇട്ടിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെയുള്ള ഇൻസെക്റ്റ് കയറും. അതുപോലെ ഈ പൂ കണ്ടോ, ഈ പൂവിൻ്റെ തണ്ട് ഒടിച്ചിട്ടിരിക്കുന്നുണ്ടോ, അപ്പോൾ ഇതിങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻസെക്ടിസൈഡാണ് ഈ ഒരു ഫ്ലുബൻഡാമിഡിൻ്റെ കണ്ടൻറ്റുള്ളത്. ഇനി പൂക്കളിലേക്ക് വരുവാണെങ്കിൽ പൂക്കൾക്ക് ഇതുപോലെ തന്നെ ബ്ലോസം മിഡ്ജിൻ്റെ അറ്റാക്ക് കൊണ്ട് ഇങ്ങനെ വരും. അതുപോലെ ഇങ്ങനത്തെ ചെറിയ പുഴുക്കൾ വന്നിട്ട് ഇതുപോലെ നമ്മുടെ പെറ്റൽസൊക്കെ നശിപ്പിച്ച് കളയും. കണ്ടോ, ചെറിയ ചെറിയ സ്ക്രാച്ചസും ഒക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും ഒരു കറക്റ്റഡ് ഐഡൻറ്റിഫിക്കേഷനായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ പലതരത്തിലുള്ള പെസ്റ്റിസൈഡുകൾ മാറി മാറി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒറ്റ സൊല്യൂഷൻ. ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന മെത്തേഡ്സും എനിക്ക് റിസൾട്ട് കിട്ടിയ മെത്തേഡുമാണ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻസെക്ടിസൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്ന കാര്യം. അപ്പോൾ ഇത് ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന മാസ്ക്കാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ ഒരുപാട് വർഷമായതാണ് വാങ്ങിച്ചിട്ട്. നല്ല യൂസാണ്. നമ്മളിത് ഭയങ്കര ടൈറ്റായിട്ടായിരിക്കുന്നത്, പക്ഷേ നമുക്ക് നല്ല സേഫാണ്. ഈ അലർജീസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലുള്ള മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇനി നമുക്ക് ഇൻസെക്ടിസൈഡ് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഇതൊരു ലിക്വിഡ് ഫോമിൽ വരുന്ന ഒരു വൈറ്റ് കളറിലെ ഒരു സബ്സ്റ്റൻസാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. ഒരു ലിക്വിഡ് ഫോമിലാണ് വരുന്നത്. ഇത് നമുക്ക് കുറച്ചൊന്ന് പൊട്ടിച്ചൊഴിക്കാം. മൊത്തത്തിൽ ഞാൻ പൊട്ടിക്കുന്നില്ല, കാരണം ഇൻസെക്ടിസൈഡ് ആണ്ടിലാണ് പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞ് ലീക്കായാൽ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പോർഷൻ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു മെഷറിംഗ് കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് 1 ലിറ്ററിന് 1 ml എന്നുള്ള കണക്കിനാണ് കേട്ടോ എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വെറ്റിനറി യൂസ് ചെയ്യാം. ഞാനിത് വെള്ളത്തിൽ ഓൾറെഡി വെറ്റിനറി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 1 ml എടുക്കാവേ. ഇത്രയും മതിയാവും 1 ml എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഡയല്യൂട്ട് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ടൈറ്റ് ചെയ്തിട്ട് നല്ല പ്രഷറോടെ കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഈ എല്ലാ പ്ലാന്റ്സിലും ഒഴിച്ചു കൊടുക്കാം. ഈ കേട് വന്ന പ്ലാന്റ്സിൽ മാത്രമല്ല, മൊത്തത്തിൽ നമുക്ക് ഗാർഡനിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. എങ്കിൽ മാത്രമേ എവിടെയെങ്കിലുമൊക്കെ ഈ ഇൻസെക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ചത്തു പോകത്തുള്ളൂ. അപ്പം ഫുള്ള് എല്ലാ സ്പേസിലും, ഇലകളിൽ, കേട് വന്ന ഇലകളിൽ, അതുപോലെ പൂക്കളിൽ ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസത്തെ ഇടവേളയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ കൊടുത്തല്ലോ, കഴിഞ്ഞ കൊടുത്തതിൻ്റെ 4ാമത്തെ ദിവസം ഇത് കൊടുക്കുക. നെക്സ്റ്റ് അടുത്ത 4ാമത്തെ ദിവസം മറ്റൊരു ഇൻസെക്ടിസൈഡാണ് കൊടുക്കേണ്ടത്. അപ്പം ഇത് ഫുള്ളായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാം. കെമിക്കൽ ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് പ്ലാന്റ്സുകളിലും തണ്ടുകളിലും ഒക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രീൻ വിഭാഗത്തിൽ വരുന്നതെന്ന് പറഞ്ഞത് ഈ ഒരു മാർക്കിനെയാണ് കേട്ടോ. ഗ്രീൻ ആകുമ്പോൾ നമുക്ക് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൻസെക്ടിസൈഡ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഈ കണ്ടൻറ്റ് അടങ്ങിയ ഏതായാലും കുഴപ്പമില്ല, ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ല ബ്രാൻഡ് തന്നെ തിരഞ്ഞെടുത്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാത്ത കാര്യങ്ങളും നിങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.